കാണുന്നില്ലെങ്കിലും കർത്താവിൻ്റെ നല്ല സാന്നിധ്യത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ വചനവും സുവിശേഷവും നിമിത്തം നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. റോമാലേഖനം 4-ാം അധ്യായമാണല്ലോ നാം വായിച്ചത്. റോമാലേഖനം സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വേഗത്തിൽ 1-2 ചിന്തകൾ അതിൻ്റെ അകത്തെളുത്തുന്ന ദൈവാത്മാവിൽ കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഈ ദൂത് നിങ്ങൾ ആഴമായി വിശ്വസിക്കണം, ആഴമായി ദൈവിക സാന്നിധ്യത്തിനകത്ത് ഈ ദൂതിൻ്റെ ആഴങ്ങൾ പിടിക്കാൻ ശ്രമിക്കണം. അസാധാരണമായ ദൈവിക ശക്തി ഇതിനകത്ത് വ്യാപരിക്കും. ഇന്ന് പകൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം പ്രിയരെ. റോമാലേഖനം 4-ാം അധ്യായത്തിനകത്ത് അതിൻ്റെ ആശയം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന ആശയം ധന്യനായ പൗലോസ്ലീഹ 4-ാം അധ്യായത്തിനകത്ത് വ്യക്തമായി വരച്ചു കാണിക്കുകയാണ്. ശ്രദ്ധിക്കണമേ, റോമാലേഖനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിച്ച നീതീകരണം എന്ന് പറയുന്നത് അവൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, അവൻ്റെ ചിന്ത കൊണ്ടല്ല, അവൻ്റെ കർമ്മം കൊണ്ടല്ല, അവൻ ഇന്നലകളിൽ ചെയ്തോ ഏതോ നന്മ പ്രവൃത്തികൾ കൊണ്ടല്ല. ഒരുവൻ്റെ ജീവിതത്തിൽ വിശ്വാസത്താൽ വെളിപ്പെട്ടതാണ് നീതീകരണം. കഴിഞ്ഞ ചില മിനിറ്റുകൾക്ക് മുമ്പ് സങ്കീർത്തനം പ്രബോധിപ്പിക്കുന്ന സമയത്ത് ദൈവദാസൻ തൊട്ടുവിട്ടൊരു കാര്യമുണ്ട്: നമ്മുടെ ലക്ഷ്യം ഇവിടെയല്ല, നമ്മുടെ ലക്ഷ്യം നിത്യതയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇടമാണ് നിത്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി ഇതിന് കാരണമല്ല, നമ്മുടെ കർമ്മഫലങ്ങൾ ഇതിന് കാരണമല്ല, ഇത് ദൈവത്തിലുള്ള വിശ്വാസത്താൽ വെളിപ്പെട്ടതാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, റോമാലേഖനം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന ആശയം പ്രമേയം മുൻപിൽ നിർത്തുമ്പോൾ തന്നെ നീതീകരിക്കപ്പെട്ടവർ തേജസ്വീകരണമെന്ന് പറയുന്ന നിത്യമായ ദൈവിക മർമ്മമുണ്ട്. എന്ത്? നീതീകരിക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു തേജസ്വീകരണം എന്ന് പറയുന്ന ഒരു ദൈവിക മർമ്മമുണ്ട്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ആരും തേജസ്വീകരിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രത്യാശ ഇന്നല്ലെങ്കിൽ നാളെ നാം തേജസ്വീകരിക്കപ്പെടും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും വിണ്ണിലെ കാകളത്തോടും കൂടെ മധ്യവാനത്തിലിറങ്ങി വരുമ്പോ ക്രിസ്തുവിൽ മരിച്ചവർ രൂപാന്തരപ്പെടും. ജീവനോടിരിക്കുന്ന നാമോ തേജസ്വീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് എഴുന്നള്ളിപ്പോകും. ഇന്ന് പകൽ അതാണ് കാതലായ വിഷയം. ഇന്ന് പകൽ നീതീകരിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് ദൈവം തേജസ്വീകരണം ആക്കി വെച്ചിരിക്കുന്നത്. അവിടെ വ്യക്തമായി ധന്യനായ പൗലോസ്ലീഹ പരിചയപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. ഇന്ന് പകൽ കാതലായ പല ദൈവസഭകളും മറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉപദേശ സത്യമുണ്ട്. ഇങ്ങനെയാണ്: നീതീകരിക്കപ്പെട്ടവർ തേജസ്വീകരിക്കപ്പെടും. സത്യമാണ്. പക്ഷെ നീതീകരിക്കപ്പെട്ടവർ തേജസ്വീകരിക്കപ്പെടണമെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വഴിയുണ്ട്, അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പാതയുണ്ട്. ആ പാതയുടെ പേരാണ് വിശുദ്ധീകരണം. നീതീകരിക്കപ്പെട്ടവർ വിശുദ്ധീകരണം എന്ന ട്രാക്കിലൂടെ തേജസ്വീകരണത്തിലേക്ക് എത്തും. നീതീകരിക്കപ്പെട്ടവർക്ക് പെട്ടെന്ന് തേജസ്വീകരണത്തിലേക്ക് എത്താൻ കഴിയില്ല. ഈ ഭൂമിയിൽ വിശുദ്ധിയോടെ, വേർപാടോടെ, ദൈവകൃപയിൽ, ദൈവിക വ്യവസ്ഥയിൽ ജീവിക്കുന്നവന് വേണ്ടിയാണ് തേജസ്വീകരണം വച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഉലകിൽ ഒന്നും നേടിയില്ലെങ്കിൽ ഒരു കറതീർത്ത വിശ്വാസ ജീവിതം ഈ ഭൂമിയിൽ നിനക്ക് ജീവിക്കാൻ സാധിച്ച ഇന്നു പകൽ നിന്നെ പോലെ ധന്യനായ ഒരു മനുഷ്യൻ ഉലകത്തിൽ വേറെ ഉണ്ടാകത്തില്ല. പലരുടെയും സ്തോത്രം കുറഞ്ഞു, പലരുടെയും കണ്ണ് ചിന്തകൾ മാറാൻ തുടങ്ങി, പലരുടെയും ചിരി കുറയാൻ തുടങ്ങി. ഇന്നു പകൽ സ്നേഹത്തോടെ പറയിട്ട്, എത്ര കൈയടിച്ചാലും, എത്ര പാടിയാലും, എത്ര ഉപവസിച്ചാലും, എത്ര ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞാലും വിശുദ്ധ ജീവിതമില്ലാത്ത വിശുദ്ധിയിൽ ജീവിക്കാൻ ഒരുവന് നിത്യതയിൽ കടക്കാൻ കഴിയില്ലെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിനകത്ത് വേണ്ടത് ഒന്നാമത്തെ കാര്യം അത് വിശുദ്ധ ജീവിതമാണെങ്കിൽ കരമുയർത്തി പറ: ഉയർച്ചകൾക്കോ താഴ്ചകൾക്കോ വരുവാനുള്ളവനോ ഈ ലോകത്തിലുള്ളവനോ ഒന്ന് ദൈവത്തിന്റെ സ്നേഹത്തുനിന്ന് എന്നെ പിന്തിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിശ്വാസത്തിൻ്റെ ട്രാക്കിൽ
വിശുദ്ധീകരണത്തോടെ പോകുന്ന ഒരു ഭക്തനെ പറ്റി പറയുകയാണ്. അബ്രഹാം വിശ്വസിച്ചത് അവൻ നീതിയായി കണക്കിട്ടു. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയാം, നീതീകരിക്കപ്പെട്ടവർ വിശുദ്ധീകരണത്തിൻ്റെ ട്രാക്കിലൂടെ തേജസ്വീകരണം ലക്ഷ്യമായി പോകുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. നീതീകരിക്കപ്പെട്ടവർ വിശുദ്ധീകരണം എന്ന് പറയുന്ന ട്രാക്കിലൂടെ തേജസ്വീകരണം ലക്ഷ്യമാക്കി പോകുമ്പോൾ ഈ ലോകത്തിൽ അനേക ആൾക്കാരെ കാണാൻ കഴിയുന്നുണ്ട്, അനേക വ്യക്തി ജീവിതങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഈ ലോകത്തിലുള്ള പലരും പല രീതിയിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ ദൈവമക്കളുടെ പ്രത്യേകത അവർ വ്യത്യസ്തമായി വിശ്വസിക്കുന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ഈ ഒക്ടോബർ മാസത്തിൻ്റെ അവസാനത്തെ ഞായറിൽ നിങ്ങൾ ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണെന്ന് നിങ്ങൾ ചിന്തിച്ചോണം. ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത കാണുന്നത് വിശ്വസിക്കുന്നവർ. ഹലോ, ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത കാണുന്നത് വിശ്വസിക്കുന്നവർ. ആമേൻ. ഒരിക്കൽ കർത്താവിൻ്റെ ശിഷ്യനായ തോമസ് പറഞ്ഞു, കർത്താവേ, ഞാൻ ഇങ്ങനെയൊന്നും വിശ്വസിക്കത്തില്ല, ഞാൻ എൻ്റെ കരം നിൻ്റെ വിലാപ്പുറത്ത് ഒന്ന് തൊട്ടു നോക്കട്ടെ, ഞാൻ കാണുന്നത് മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ. അപ്പോൾ ദൈവം പറഞ്ഞ മറുപടി, എടാ, കണ്ടു വിശ്വസിക്കുന്നതിനേക്കാൾ കാണാതെ വിശ്വസിക്കുന്നത് നല്ലത്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിനകത്ത് പല ചിന്തകളുണ്ട്. പാസ്റ്റർ, ഞാൻ ഒത്തിരി കേട്ടതാ, ഒത്തിരി ദൂത് കേട്ടതാ, ഒത്തിരി പ്രവചനം കേട്ടതാ. ഞാൻ കണ്ടിട്ട് വിശ്വസിക്കാമെന്ന് പറയുന്ന ആരെങ്കിലും ഇനിപ്പുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് വിശ്വസിച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വേറൊരു ഗ്രൂപ്പുണ്ട്, കണ്ടിട്ട് വിശ്വസിക്കുന്നവരല്ല, കാണാത്തത് വിശ്വസിക്കുന്നവർ. ഇന്ന് പകൽ കാണാത്തത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തിയ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അവനെയാണ് പറയുന്നത് വിശ്വാസി. കണ്ടു വിശ്വസിക്കുന്നവനെയല്ല വിശ്വാസി എന്ന് പറയുന്നത്. കണ്ടു വിശ്വസിക്കുന്നവന്റെ മുൻപിൽ അവൻ ഇന്ന് കാണുന്നതേ അവൻ വിശ്വസിക്കത്തുള്ളൂ. ഹലോ, ഇന്നെന്താണ് അവന്റെ അവസ്ഥ, അതവൻ വിശ്വസിക്കും. ഇന്നെന്താണ് അവന്റെ കൂടാരത്തിൽ സംഭവിക്കുന്നത്, അത് വിശ്വസിക്കും. ഇന്നെന്താണ് അവന്റെ വീട്ടിനകത്ത് സംഭവിക്കുന്നത്, അത് വിശ്വസിക്കും. ഹലോ, ഞാനിങ്ങനെ പറയട്ടെ പ്രിയരെ, സാത്താനും പലതും അങ്ങനെയാണ്. ഹലോ, സാത്താനും അങ്ങനെയാണ്. പലരുടെയും ചിന്ത സാത്താന് നമ്മുടെ ഭാവി അറിയാമെന്നാണ്. ഹലോ, പൈശാചികന് നമ്മുടെ നാളെ അറിയാവുന്നതാണ്. ഇന്ന് ഈ സമയം ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ 11:15 കഴിഞ്ഞു, 11:20. നിങ്ങൾ കേട്ടോ, ഈ സെക്കൻഡിൽ അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് സാത്താൻ അറിയില്ല. ഹലോ, സാത്താൻ അറിയില്ല. അവൻ കാണുന്നത് വച്ച് ദൈവജനത്തിനെതിരെ പദ്ധതി ഒരുക്കുകയാണ്. പക്ഷെ നാളെ അറിയുന്ന, നിന്റെ നാളെ അറിയുന്ന, അടുത്ത സെക്കൻഡ് എന്ത് സംഭവിക്കുമെന്ന് അറിയുന്നത് അത് പൈശാചികനല്ല, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിനാണ്. ഇന്ന് പകൽ ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കണം. നിന്റെ നാളെ പൈശാചികനറിയില്ല, ശത്രുവിനറിയില്ല, മന്ത്രവാദിക്കറിയില്ല. പക്ഷെ എന്റെ ദൈവത്തിന് നിന്റെ നാളെ അറിയാ, നിന്റെ നാളെ അറിയാ, നിന്റെ കുടുംബത്തിന്റെ നാളെ അറിയാ, നിന്റെ തലമുറയുടെ നാളെ. ഓ, പിടിക്കാൻ കഴിയുമെങ്കിൽ ധൈര്യത്തോടെ ഇതൂത് പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഏതോ മന്ത്രവാദി പറയുമല്ല നിന്റെ മാള്, ഏതോ ജോത്സ്യൻ പറയുമല്ല മാള്, ഏതോ വ്യക്തി പറയുമല്ല നിന്റെ മാള്, നിന്റെ കുടുംബക്കാർ പറയുമല്ല നിന്റെ മാള്, ഏതോ വ്യക്തികൾ പറഞ്ഞമല്ല നിന്റെ മാളത്തെ ശുശ്രൂഷ. ഇന്ന് പകൽ നിന്റെ മാളെ അറിയുമവ നിന്നെ കുറിച്ച് പറയുമവാണ് നിന്റെ മാളയെങ്കിൽ ഇന്ന് പകൽ ധൈര്യത്തോടെ അസാധാരണമായത് എന്റെ ദൈവം എനിക്ക് വേണ്ടി എന്റെ മാലകളിൽ ഒരുക്കിയിട്ടുണ്ട്, എന്റെ കൂടാരത്തിനകത്ത് ഒരുക്കിയിട്ടുണ്ട്, എന്റെ സഭയ്ക്കകത്ത് ഒരുക്കിയിട്ടുണ്ട്, എന്റെ ശുശ്രൂഷക്കകത്ത്. ഓ Oh, Sharamanaragal Kamana Duraragal. Oh, Shamanadaraga. പ്രിയരെ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്ക് എങ്ങനെ അറിയാമോ? അതുപോലെ മാത്രമേ പൈശാചികനും അറിയത്തുള്ളൂ.
ഹലോ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദന എങ്ങനെയാണോ നിങ്ങൾക്ക് അറിയാം, അതുമാത്രമേ അവൻ അറിയാവൂ. നിങ്ങളുടെ കയ്യിലൊരു പേപ്പർ തുണ്ടെടുത്ത് തന്നിട്ട് പറയും, നിങ്ങളുടെ ഇന്നലകളുടെ ജീവിതം എഴുതാം, നിങ്ങളുടെ ഇന്നത്തെ ജീവിതം എഴുതാൻ പറഞ്ഞ കണ്ണുനീരോടെ ഒരു പക്ഷേ ഈറനണിഞ്ഞ കണ്ണുമായി നിങ്ങളുടെ ജീവിതം ഇന്നലകളുടെയും ഇന്നത്തെയും നിങ്ങൾ എഴുതും. പക്ഷെ നാളത്തെ കാലത്തെ പറ്റി, നാളത്തെ ജീവിതത്തെ പറ്റി നിങ്ങളോട് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്കറിയില്ല. ആ ബ്ലാങ്ക് പേപ്പറിന്റെ പുറത്ത് പേനയും പിടിച്ചിരിക്കേണ്ട അവസ്ഥയാണ്. അതുപോലെയാണ് സാത്താന്, അതുപോലെയാണ് മന്ത്രവാദി. അവർ ഊഹിച്ചു പലതും പറയൂ. അതല്ല നിന്റെ മാള്, അതല്ല നിന്റെ മാള്. വൈദ്യശാസ്ത്രം പറയും അതല്ല നിന്റെ മാള്. അവരൂഹിച്ചു പറയൂ. നിന്റെ കുടുംബക്കാർ പറയും അതല്ല നിന്റെ മാള്. ഇന്ന് പകൽ നിന്റെ മാള് നിന്റെ ദൈവം പറയുന്നതാണ്. നിന്റെ ഭാവി എന്റെ ദൈവം പറയുന്നതാണെങ്കിൽ ഇന്ന് പകൽ ചിലരുടെ ജീവിതത്തിന് വേണ്ടി ദൈവത്തിന്റെ വഴികൾ, ദൈവത്തിന്റെ വാതിലുകൾ, ദൈവത്തിന്റെ ഫേവറുകൾ ആഴമായി വെളിപ്പെടുകയാണ്. പിടിക്കാമെങ്കിൽ ഈ പകൽ ആ ദൂതനോട് ആമേൻ. ഓ ശരാവല ധരാമന ധരാരഗാരഗ ചരാദരന്ദ. ഓ ശരാമന അർത്ഥമാന. ധൈര്യത്തോടെ പറ, ധൈര്യത്തോടെ പറ. എത്ര വലിയ പ്രതിസന്ധി വന്നാൽ, എത്ര വലിയ തകർച്ച വന്നാൽ, എത്ര വലിയ വേദന എന്റെ മുൻപിൽ വന്നാൽ, ഇനി മരണം മാത്രമേ മുന്നിലുണ്ടൂ എങ്കിൽ ഇന്ന് പകൽ എൻ്റെ മാള് ഈ സാഹചര്യം പറയുമല്ല, എൻ്റെ അവസ്ഥ പറയുമല്ല. എൻ്റെ മാള് എൻ്റെ കർത്താവ് പറയുമതാണ്. എൻ്റെ കുടുംബത്തിൻ്റെ മാള് എൻ്റെ കർത്താവ് പറയുമതാണ്. എൻ്റെ സഭയുടെ മാള് അതെൻ്റെ കർത്താവ് പറയുമതാണ്. മനുഷ്യൻ പറയുമല്ല, കുടുംബക്കാർ പറയുമല്ല, സഭക്കാർ പറയുമല്ല, വേഷക്കാർ പറയുമല്ല. ഓ നിങ്ങളെ കൊണ്ട് രണ്ട് കരമടിപ്പിക്കാൻ പറയുന്ന ദൂതല്ല. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവെന്നോട് പറഞ്ഞു, ഒക്ടോബർ മാസത്തിന്റെ അവസാനത്തെ പകൽ എഴുന്നേറ്റ് എന്ന് പറ, നിന്റെ ഭാവി അറിയാവുന്ന ഉലകത്തിലൊരുവനേ ഉള്ളൂ. അത് ഞാനാ. നിന്റെ ഭാവി എന്നെ പോലെ അറിയാവുന്ന ഉലകത്തിൽ ആരുമില്ല, ഇനി ഉണ്ടാകത്തുമില്ല. ഒരു മന്ത്രവാദി നിർണയിക്കുമല്ല നിന്റെ ഭാവി, ഒരു കുടുംബക്കാരൻ നിർണയിക്കുമല്ല നിന്റെ ജീവിതം, ഏതോ സഭക്കാർ നിർണയിച്ചമല്ല നിന്റെ ശുശ്രൂഷ, ഏതോ വ്യക്തികൾ നിർണയിക്കുമല്ല നിന്റെ മാള്. എന്റെ ദൈവം നിർണയിക്കുമാണ് നിന്റെ ഭാവിയെങ്കിൽ ഇന്ന് പകൽ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്ക്. ഞാൻ തകരില്ല, എന്റെ കുടുംബം തകരില്ല, എന്റെ സഭ തകരില്ല, എന്റെ തലമുറ തകരില്ല. What a mighty presence, what a mighty presence. ഇന്ന് പകൽ ദേശങ്ങളെ ചലിപ്പിക്കുന്ന, ദേശങ്ങളെ പിടിച്ചു കുലുക്കുന്ന ചില വിശ്വാസമുള്ള ചിലത് ഇതിനകത്ത് എഴുന്നേറ്റു വരട്ടെ. ചിലവ് എഴുന്നേറ്റു വരട്ടെ, ചിലവ് എഴുന്നേറ്റു വരട്ടെ, ചിലവ് ഇന്ന് പകൽ എഴുന്നേറ്റു. ഇന്നു പകൽ ഈ ദൂത് വ്യക്തമായി ഞാൻ ആത്മാവിൽ കൈമാറാം. എങ്ങനെയും ജീവിച്ച്, എങ്ങനെയും ആരാധിച്ച്, ആരെയൊക്കെ പ്രീതിപ്പെടുത്താൻ വന്നിരുന്ന് ജവിളിക്കടയുടെ ബൊമ്മ ഇരുന്ന് കൈയടിക്കുന്നത് പോലെ, കൈവെക്കുന്നത് പോലെ പൊക്കുന്നവരോടല്ല ദൂത്. കാണാത്തത് വിശ്വസിക്കുന്ന, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്ന ഈ ദൈവത്തെ നോക്കി ഇറങ്ങിയിട്ട് നിന്റെ കുടുംബം തകരില്ലെന്ന് ഉറപ്പുള്ള, തന്റെ ഇടമുള്ള, ദൈവകൃപ പ്രാപിച്ച ചിലവരെ ഞാൻ ചാലഞ്ച് ചെയ്ത് പറയുക, ഇന്ന് മകൾ വിശ്വസിക്ക്, ഇന്ന് മകൾ വിശ്വസിക്ക്. നിന്റെ ദൈവം പറയുമോ നല്ല ഭാവിക. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ച സംഖ്യ, ജനനത്തിൻ്റെ ഡേറ്റ്, അവിടെ കുടുംബത്തിലുള്ള വ്യക്തികളുടെ ജനന ഡേറ്റ്,
കാര്യങ്ങളൊക്കെയും സെറ്റ് ചെയ്തിട്ട് ഭാവിയെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് പറഞ്ഞൊരു വ്യക്തിയുടെ വാക്കും കേട്ടിട്ട് ബാംഗ്ലൂരാണെന്ന് തോന്നുന്നു, ബാംഗ്ലൂരിൽ നിന്നൊരു ദൈവദാസി എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ കൂട്ടുകാർ അതിനകത്തൊരു കുഞ്ഞ് ഇതേപോലെ ന്യൂമറോളജി പഠിച്ചിട്ട് ഭാവി പ്രവചിക്കാറുണ്ടായിരുന്നു. ദൈവത്തെ അറിയുന്നതിന് മുമ്പ് ഞാനും അവളുടെ അടുത്ത് പോയിരുന്നിട്ടുണ്ട്. പക്ഷെ അവൾ പറഞ്ഞതുപോലെയൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യം തിരിയുക. എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്, അവർ പറഞ്ഞത്ര ഇത്രാമത്തെ വയസ്സാകുമ്പോൾ നിന്റെ കുടുംബജീവിതം തകരും, നിന്റെ തലമുറ ഒരു ഓട്ടിസം ബാധിച്ച വ്യക്തിയായി മാറും, നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിക്കും. അതേ വയസ്സായപ്പോൾ സാഹചര്യമെല്ലാം എതിരായപ്പോൾ ഒരു വ്യക്തി എൻ്റെ നമ്പർ കൊടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം, എനിക്ക് ന്യൂമറോളജിസ്റ്റ് പറഞ്ഞത് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ ദൈവം പറയുന്നു നിങ്ങൾ പിരിയില്ല, നിങ്ങൾ പിരിയില്ല. അവരെന്നോട് പറഞ്ഞത് സാധ്യതയില്ല പാസ്റ്റേ, എല്ലാം തകർന്നപാട്, ഇനി സാധ്യതയില്ല. ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് നോ, പക്ഷെ എൻ്റെ ദൈവം പറയുന്നു നിങ്ങൾ പിരിയില്ല, പിരിയില്ല, നിന്റെ തലമുറ തകരില്ല. ഈ ദൂത് ഞാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു പാസ്റ്റേ എനിക്കറിയില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുക. പക്ഷെ നാളിതുവരെ ആയിട്ട് അവർ പിരിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അന്ന് ഞാൻ ദൂത് പറഞ്ഞപ്പോൾ ഒരു വ്യക്തിയുടെ പേരും പറഞ്ഞു. എന്നോട് പറഞ്ഞു ആ പേരിലുള്ള ആരെയും എനിക്കറിയില്ല പാസ്റ്റേ. പക്ഷേ 1.5 വർഷം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ അന്ന് പറഞ്ഞ പേരുണ്ടല്ലോ, ഞാൻ ഈ പ്രവചിക്കുന്നത് എൻ്റെ തലയിൽ ഇരിക്കത്തില്ല. കുറഞ്ഞതൊരു 5-6 പേരോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ട് പ്രവചിക്കും. അതുകൊണ്ട് എൻ്റെ തലയിൽ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്കൊരു ഓർമ്മയും ഇല്ല. അവരെന്നോട് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ വ്യക്തി അന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ഞങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിച്ച വ്യക്തി എൻ്റെ ഭർത്താവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ആ വ്യക്തിയുടെ പേരാണ് ഞാൻ അറിയുന്നതിന് മുമ്പ് ദൈവദാസൻ പറഞ്ഞത്. ഇന്ന് ഞാൻ പറയട്ടെ, ആശയ്ക്ക് വിപരീതമായ ആശയോടെ വിശ്വസിച്ച ദൈവം പറയുന്നതാണ് നിന്റെ ഭാവിയെങ്കിൽ, ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നത് ദൈവം പറയുന്നതാണെങ്കിൽ, ചില മന്ത്രവാദികൾ പറഞ്ഞത്, ചില ആഭിചാരകൻ പറഞ്ഞത്, നിന്റെ കുടുംബത്തെ നോക്കി ചില ശാപത്തിന്റെ വാക്ക് പറയുമോ, നിന്റെ കുടുംബത്തെ നോക്കി തകർച്ചയുടെ വാക്ക് പറഞ്ഞത്, ഈ നിമിഷം തകര്. ദൈവത്തിന്റെ പദ്ധതി നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് പിടിക്കാമെങ്കിൽ പിടിച്ചോ. നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ ശരീരത്തിനകത്ത് ഇമ്മ പകൽ വെളിപ്പെട്, ഇമ്മ പകൽ വെളിപ്പെട്. ചിലരാത്മാവിൽ ഇന്ന് പകൽ ചാർജ് ആകുക. ധൈര്യത്തോടെ ചിലവിനെ ജയിക്കുക. നിന്റെ മുൻപിലുള്ള ചിലവിനെ ജയിക്കുക. നിന്റെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന ചിലവിനെ ജയിക്കുക. നിന്റെ സഭയ്ക്കെതിരെ നിൽക്കുന്ന ചിലവിനെ ജയിക്കുക. നിന്റെ ഭാവിക്കെതിരെ നിൽക്കുന്ന ചിലവിനെ ഈ ഹോള് നിറച്ചും അസാധാരണമായ ദൈവശക്തി വെളിപ്പെടുകയാണ്. ദൈവശക്തി വെളിപ്പെടുകയാണ്. മരിച്ചമ്പ് ലോകം പറയുമ, ഇനി ഇല്ലമ്മ ലോകം പറയുമ. ചിലവിനെ ദൈവം മടക്കിയെടുക്കുക, ചിലവിനെ ദൈവം മടക്കിയെടുക്കുക. ഇന്ന് പകൽ എൻ്റെ പാഷേ, എൻ്റെ ഭാവി ഇങ്ങനെയായി, എൻ്റെ ജീവിതം ഇങ്ങനെയായി, എൻ്റെ ഉപജീവനം ഇങ്ങനെയായി, ഇനി സാധ്യതയില്ല, എൻ്റെ കുടുംബം തകർമമാണ്. ഇന്ന് പകൽ വിശ്വസിക്കുക, ചിലവിനെ എൻ്റെ ദൈവം മടക്കിയെടുക്കുക. ഓ ശരാവാല ധരാധരാരകാരവ ശരാബാര ശരാരകാരവ ശരാദ റിഖമനാരകൽഖബ റിഖമനാരദരഗടക. നിന്റെ ഭാവി അറിയുന്നത് ദൈവമാണ്, ദൈവമാണ്, ദൈവമാണ്. നിന്റെ ഈ അവസ്ഥ മാറും, ഈ കണ്ണുനീരിൻ്റെ താഴ്വാര മാറും, നിന്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ നാളുകൾ മാറും, നിന്റെ ജീവിതത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ കാലഘട്ടം മാറും, നിന്റെ കണ്ണുനീരിൻ്റെ അവസ്ഥ മാറും,
നിന്റെ രോഗത്തിൻ്റെ അവസ്ഥ മാറും. ഏതോ പൈശാചികം പറഞ്ഞതല്ല കുഞ്ഞെ. നിന്റെ ഭാവി ഏതോ വ്യക്തി നിന്നെ നോക്കി പറഞ്ഞില്ലേ നീ ഗുണം പിടിക്കത്തില്ലമ്മ, ഇനി നിന്റെ ജീവിതം നേരെയാകത്തില്ലമ്മ. അതല്ല നിന്റെ ഭാവി. ദൈവം നിന്നെ കുറിച്ച് പറഞ്ഞതാ നിന്റെ ഭാവി. വിശ്വസിക്കാമെങ്കിൽ ഇന്ന് പറ, എൻ്റെ ദൈവം പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ നടക്ക്. ഒരു സാധ്യതയില്ലെങ്കിലും ആശയ്ക്ക് വിരോധമായി ഞാൻ ആശയോടെ വിശ്വസിക്കുക. ആശയ്ക്ക് വിരോധമായി ഞാൻ ആശയോടെ വിശ്വസിക്കുക. എൻ്റെ മക്കൾ, എന്നെ കുടുംബക്കാർ പറഞ്ഞതല്ല എൻ്റെ ശുശ്രൂഷ, എൻ്റെ സഭക്കാർ പറഞ്ഞതല്ല എൻ്റെ ശുശ്രൂഷ, എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞതല്ല എൻ്റെ ശുശ്രൂഷ. എൻ്റെ ദൈവം എന്നെ കുറിച്ച് പറയുന്നതാണ് എൻ്റെ ശുശ്രൂഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് തരത്തിലുള്ള ആൾക്കാർ. കാണുന്നത് വിശ്വസിക്കുന്നവർ, രണ്ട് കാണാത്തത് വിശ്വസിക്കുന്നവർ. ഇന്ന് പകൽ കാണുന്നത് വിശ്വസിക്കുന്നവർ മാറിയിരിക്കട്ടെ. അവരെ കണ്ടില്ലേ, ബൈബിളും കൊണ്ടുവരും, പ്രാർത്ഥിക്കും. വലിയ മാറ്റമൊന്നുമില്ല, വലിയ ഉയർച്ചയൊന്നുമില്ല. ഞാനിങ്ങനെ പറയട്ടെ, കഴിഞ്ഞ 10 വർഷമായിട്ടും നിൻ്റെ ജീവിതത്തിനകത്തൊരു മാറ്റമില്ലെങ്കിൽ, ഹലോ, ഇവിടെ വന്നിട്ടും നിൻ്റെ കുടുംബത്തിനകത്ത് ഒരു മാറ്റമില്ലെങ്കിൽ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിൻ്റെ കഴിഞ്ഞ 10 കൊല്ലം മുമ്പെയുള്ള അവസ്ഥയാണോ ഇന്നും നിൻ്റെ കുടുംബത്തിനകത്ത്? സാഹചര്യമാണോ നിൻ്റെ കുടുംബത്തിനകത്ത്? ഒരേ ഒരു മർമ്മയേ ഉള്ളൂ, നീ വളരുന്നില്ല. നീ വളരുന്നില്ല. ഇവിടെ വെള്ളമില്ല ഒഴിക്കാഞ്ഞിട്ടല്ല, ഇവിടെ വളമിടാഞ്ഞിട്ടല്ല. നിന്റെ അടുത്തിരിക്കുന്നവർ അവരുടെ സാഹചര്യം മാറി തുടങ്ങി, അവരിൽ ഫലം വന്നു തുടങ്ങി, അവരിൽ വാഗ്ദത്തം നിവർത്തി കണ്ടു തുടങ്ങി. ഇന്നും നീ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടാണോ പോകുന്നത്? നിന്നെ നോക്കി ഞാൻ പറയൂ, നീ കാണുന്നത് വിശ്വസിക്കുന്ന വിശ്വാസിയാ. എൻ്റെ സഭയ്ക്ക് കാണുന്നത് വിശ്വസിക്കുന്ന വിശ്വാസികളെ വേണ്ട, എൻ്റെ സഭയ്ക്ക് കാണാത്തത് വിശ്വസിക്കുന്ന വിശ്വാസവീരന്മാരെ വേണം. ഓ സാരാമന, കാണുന്നവർ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അല്ലോ എൻ്റെ ദൈവം ചില വളർച്ചകൾ നൽകത്തില്ല. അല്ലോ, അവർ വലുതായിട്ടൊന്നും വളരാറില്ല. കണ്ടിട്ടില്ലേ പാസ്റ്റർ, ഇങ്ങനെയൊക്കെ പോയാൽ മതി, എൻ്റെ മക്കൾക്ക് ഇത്ര വിദ്യാഭ്യാസമൊക്കെ മതി, എൻ്റെ കുടുംബത്തിന് ഇത്ര വിദ്യാഭ്യാസമൊക്കെ മതി, എൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യത്തിന് ഇത്ര വിദ്യാഭ്യാസമൊക്കെ മതി, ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് പൊയ്ക്കോളാ. അവരിന്ന് കാണുന്നത് അമ്മയെ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. ഇന്ന് ജോലിക്ക് പോയാൽ പൈസ കിട്ടും, അതുകൊണ്ട് എൻ്റെ കുടുംബകാര്യം നടക്കും, അതൊക്കെ വെച്ച് തട്ടി മുട്ടിയൊക്കെ പോകുന്നതാ. പക്ഷേ കാണാത്തത് വിശ്വസിക്കുന്ന ഫിലിപ്പിനോട് ആത്മാവ് ദൂത് പറയാ, തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ ചിലവ് ഉറങ്ങുമ്പോ, നീ ഉറങ്ങുമ്പോ നിന്റെ കൂടാരത്തിൽ ദൈവമുണ്ടെങ്കിൽ അവൻ ഉറങ്ങുമില്ല, മയങ്ങുമില്ല. നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ, നിനക്ക് വേണ്ടി ആശാഭാരണമായ ചില വഴികൾ, വാതിലുകൾ. തലം മാറുന്നു, തലം മാറുന്നു, ദൈവസഭയുടെ തലം മാറുന്നു. ശാരബാല ധൂരാജാര അർഥുര വൈഡവരകബേരി ബലവച്ചബരം ദരവൈഡവരംദ റീബാരാജ വൈഡാരാദേ ചീകാമാന റീദലഗടഗേ അർത്ഥനൽഗേ ഭീമാനാദേ. പറയൂ, സാധാരണ ഒരു ജീവിതം എനിക്ക് വേണ്ട, എനിക്ക് അസാധാരണമായൊരു ജീവിതം വേണം. കാരണം ഞാൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ കാണാത്ത ചിലവ് ആമ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാണുന്നത് വിശ്വസിക്കുന്ന ആ ഗ്രൂപ്പിനെ ഞാൻ മാറ്റി നിർത്തുക. കാണാതെ വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പില്ലേ, അവരെ പറ്റിയാണ് ഞാൻ ഇന്ന് പകൽ നമ്മൾ വായിച്ചത്. അവരെ പറ്റിയാണ് റോമാലേഖനം പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോണേ. കാണാത്തത് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ടവരാണോ നിങ്ങൾ? നിങ്ങളുടെ ഇന്നത്തെ ജീവിതം മുഴുവനും നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല. നിങ്ങൾ സ്റ്റെപ്പ് വച്ച് നിൽക്കുന്ന വേദി അനുകൂലമായിരിക്കില്ല.
നിങ്ങളുടെ വീട്ടിനകത്തോട്ട് തിരിഞ്ഞു നോക്കിയ വാറ്റത്തെ നിവർത്തിക്കോ ചില മന്ന പ്രാപിക്കാനോ ഒരു സാധ്യതയും കാണില്ല. ഒരു സാധ്യതയും കാണില്ല. കാണുന്നത് വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നെങ്കിൽ നീ പറഞ്ഞ പാസ്റ്ററെ ഞാൻ തീർന്നു, എൻ്റെ ശുശ്രൂഷ തീർന്നു, എൻ്റെ മക്കളുടെ ഭാവി തീർന്നു, എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം തീർന്നു, ആമേ തീർന്നു, പക്ഷേ തീർന്നു. പക്ഷേ കാണാത്തത് വിശ്വസിക്കുന്ന ഒരുവനെ നോക്കി ദൈവവചനം പറയുക, സബിംബാസ് പറയല്ല, ദൈവത്തിന്റെ വചനം പൗലൂസ് പറയുന്നു. കാണാതെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തവനെ ഉള്ളതുപോലെ പിടിക്കാമെങ്കിൽ പിടിച്ചോ. മരിച്ചവനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തവനെ ഉള്ളതുപോലെ. ഹലോ, കാണാത്തത് വിശ്വസിക്കുന്നവരെ നോക്കി പൗലോസ് ആത്മാവിൽ ദൂത് കൈമാറുക. നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി മരിച്ചവനെ ജീവിപ്പിക്കും, ഇല്ലാത്തവനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. മറിയ പറയുക, മാർത്ത പറയുക, നാഥാ എന്റെ സഹോദരൻ മരിച്ചു, താമസിച്ചു, നിന്റെ വരവ് താമസിച്ചു. നീ സമയത്തിന് വന്നിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. മരിച്ചു, നാറ്റം വച്ചു, നാളായി കല്ലറയ്ക്കകത്തൊതുങ്ങി. മറിയരോടത്ത് മയക്കം കൊണ്ടുപോയാ മറിയേ, മറിയ പറയും, പക്ഷെ ഞാൻ കാണുന്നത് വിശ്വസിക്കുന്ന ഗ്രൂപ്പിലാ, ഞാൻ കാണുന്നത് വിശ്വസിക്കുന്ന ഗ്രൂപ്പിലാ. പക്ഷേ ഒരുവൻ തൻ്റെ 10 മക്കൾ ഒറ്റ രാത്രിയിൽ തകർന്നു പോയി. സ്വന്തം മക്കൾ മനസ്സുകൊണ്ട് പാപം ചെയ്യുന്നു എന്ന് കരുതി എണ്ണത്തിനൊത്തവണ്ണം യാഗം കഴിച്ചവൻ, അവന്റെ ആടുമാടുകൾ, ഒട്ടകങ്ങൾ, കന്നുകാലികൾ അലോ മരുഭൂമിയിൽ വച്ച് ദേശക്കാർ, ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി. ബഹുസമ്പന്നനായി മാറിയവൻ ദരിദ്രനായി മാറിക്കിടക്കുമ്പോൾ അവന്റെ ശരീരത്തിനകത്ത് വൃണ്ണങ്ങൾ പൊട്ടിയൊലിച്ച് പുഴുക്കൾ പുറത്തു കാണത്തക്ക രീതിയിൽ ഒട്ടു കഷ്ണമെടുത്തു ചുരണ്ടുമ്പോൾ 3 കൂട്ടുകാർ അവന്റെ കൂടാരത്തിനകത്ത് വന്ന് അവൻ ചെയ്ത പാപങ്ങൾ കുത്തി കുത്തി പറയുമ്പോൾ, നിന്റെ ദൈവം എവിടെ, നീ വിശ്വസിച്ച ദൈവം എവിടെയെന്ന് കൂട്ടുകാർ അവനെതിരെ പറയുമ്പോൾ, ലോകത്തിലെ ഏറ്റവും വലിയ വേദന, ഒരേ കുടുംബത്തിലുള്ള ഒരുമിച്ച് വിശ്വാസത്താൽ ഇറങ്ങിയ സ്വന്തം ഭാര്യ അവനോട് പറയുക, യോബേ ഇനി നീ എന്തിനാടാ ഈ വിശ്വാസം മുറുകെ പിടിക്കുമ്പോ? കണ്ടു വിശ്വസിക്കാനുള്ളവെല്ലാം നിന്റെ മുമ്പിൽ തീർന്നില്ലേ? അവസാനം നീ പിടിക്കൊണ്ടിരിക്കുന്ന ആ ജീവന്റെ ചെറിയ ഇടിപ്പ് മാത്രമല്ലേ നിന്റെ ശരീരത്തിനകത്തുള്ളൂ. ആ ഇടുപ്പും കൂടെ തീർന്ന നിന്നെ എന്തിനു കൊള്ളാം? എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വരും കേട്ടോ. എല്ലാവരും മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങൾ വരും കേട്ടോ. ചേർത്ത് നിർത്തിയവർ വേണ്ടെന്ന് പറയുന്ന സാഹചര്യം വരും കേട്ടോ. യോബിനോട് പറയുക, പച്ച മലയാളത്തിൽ പറഞ്ഞ പോയി ചത്തുകളേടാ, ഈ ദൈവത്തെ വിശ്വസിച്ച് ജീവിക്കുക. പക്ഷെ യോബ് എന്ന് പറയുന്ന പറ്റൻ ശ്രദ്ധിച്ചു കേട്ടോണം, കാഴ്ച കൊണ്ടെല്ലാം തകർന്നവൻ, ഓട്ട് കഷ്ണം ചുരണ്ടി ചുരണ്ടി കണ്ണുനീരോടെ പറയുമ്പോഴും അവൻ പറയുന്നൊരു പദമുണ്ട്, ഞാൻ കാണുന്നത് വിശ്വസിക്കുന്നവനല്ല, ഞാൻ കാണാത്തത് വിശ്വസിക്കുന്നവനാണ്. കാരണം മൈ റെഡീമർ ലിവ്സ്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുമോ.
നിങ്ങൾ ചോദിക്കും, ഭാഷ എന്തിനാ ഈ പ്രസംഗം പ്രസംഗിക്കുന്നേ? ഈ പ്രസംഗം ധൈര്യത്തോടെ പ്രസംഗിക്കുന്നതിന് കാരണം കാണാത്തത് വിശ്വസിക്കാൻ നിങ്ങളോട് ചലഞ്ച് ചെയ്യുന്നതിന് കാരണം എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുക. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുക. പൗലോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, He is alive. Jesus is alive. യേശു ഇന്നും ജീവിക്കുന്നു. യേശു ഇന്നും ജീവിക്കുന്നു. വിശ്വാസമുണ്ടോ? യേശു ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ കാണാത്തത് നീ വിശ്വസിച്ച നിന്റെ മുൻപിൽ മരിച്ചെന്ന് ലോകം പറയുമ്പോ, മാറ്റം വച്ചു എന്ന് ലോകം പറയുമ്പോ, ഇന്ന് പകൽ മരിച്ച ചിലവിന് ജീവനോടെ ചിലവിന് വേണ്ടി എന്റെ ദൈവം നിന്റെ കൂടാരത്തിനകത്ത്, നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ ഭാവിക്കകത്ത് ചിലവിനെ കൊണ്ടു നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞ വിശ്വസിക്കാൻ തന്നെ ഇടമുണ്ടെങ്കിൽ ആഴമായ ദൈവ സാന്നിധ്യം തളിക്കുകയാണ് കേട്ടോ. ഇനി സാധ്യതയില്ല, ഇനി സാധ്യതയില്ല, ഒരു സാധ്യതയില്ല, ഒരു സാധ്യതയില്ല, ഒരു സാധ്യതയില്ല, ഒരു സാധ്യതയില്ല. പക്ഷെ എൻ്റെ ദൈവം പറയുക, ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ സാധ്യതയില്ലെന്ന് നീ പറയുന്ന ചില വാഗ്ദത്തങ്ങളില്ലേ, അത് ജീവിക്കും കുഞ്ഞ്, അത് ജീവിക്കും കുഞ്ഞ്. ഒരേ ഒരു കണ്ടീഷൻ, നിനക്ക് വിശ്വാസമുണ്ടോ? നിനക്ക് വിശ്വാസമുണ്ടോ? ഇമ്മകൾ മരിച്ച ചിലവ് ഇമ്മകൾ എഴുന്നേറ്റ് വരാ. വർഷങ്ങൾ പഴക്കമുള്ള ചില വിഷയങ്ങള് എൻ്റെ ദൈവ കൈകാര്യം ചെയ്യുക. നാളുകൾക്ക് മുമ്പ് നിന്റെ കൂടാരത്തിൽ വെളിപ്പെടേണ്ട വാഗ്ദത്തം തട്ടിമാറ്റി എവിടെയൊക്കെ ഒതുങ്ങിപ്പോയി. എന്റെ ദൈവം ആത്മാവിൽ പ്രവചിക്കാൻ പറയുക, ജീവനില്ലാത്ത ചിലവ് ജീവനോടെ എഴുന്നേറ്റ് വരുന്ന, ജീവനില്ലാത്ത ചില വാഗ്ദത്തങ്ങൾ ജീവനോടെ പുറത്തു വരുന്ന ഒരു പകലായി പകൽ മാറുന്നു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ എന്റെ ദൈവം വിളിച്ചു വരുത്തുകയാണ്. ആരോടും അറിയില്ല, ഏത് കുടുംബത്തോടും അറിയില്ല. ഇമ്മകൾ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുമോ? തിരിയുമോ. വിശ്വസിക്കാൻ തന്റെ ഇടമുണ്ടെങ്കിൽ റീഖമാന വൈഡമാന ശാരാധേരെ റീമന വൈഡേ അർത്ഥല വൈഡേ ശീഖമാന അർത്ഥമാന റീബല തലകെ റീമന വൈശ അർത്ഥാനാഥ റീമാനാഥ. കരമുയർത്തി ഒന്ന് പറയാമോ? ചലനമറ്റത് ചലിക്കുന്നത് ഞാൻ കാണും. മരിച്ച ചില വാഗ്ദത്തങ്ങൾ ജീവനോടെ എഴുന്നേൽക്കുന്നത് ഞാൻ കാണും. 2024 ഞാൻ കാണും. ആരോടൊക്കെ അറിയില്ല, ദൈവം വ്യക്തമായി പ്രവചിക്കുക. ഇവിടെ നീ ഇരുന്ന് ആരാധിക്കുമ്പോ നിന്റെ വിടുതൽ എവിടെ കിടക്കുന്നു? ആ മണ്ണിൽ ദൂതനല്ല, സാക്ഷാൽ ഉടയവൻ ഇറങ്ങുക. നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി എവിടെയാണോ ചില ദൈവ പ്രവർത്തി കിടക്കുന്നത് അവിടെ ഇറങ്ങുന്നു. തൊടേണ്ട ചിലവിനെ ദൈവം തൊടുന്നു, ചിലവിനെ ദൈവാത്മാവ് തൊടുകയോ. ശരാബലാർ കാണാത്തത് വിശ്വസിക്കുന്നവന് വേണ്ടി മരിച്ചതുപോലും എഴുന്നേൽക്കും, ഇല്ലാത്തത് ഉള്ളതുപോലെ ഉളവാകും. ഇന്നു പകൽ നിനക്ക് വേണ്ടി അതങ്ങനെ സംഭവിക്കും. നിന്റെ കൂടാരത്തിന് വേണ്ടി അതങ്ങനെ സംഭവിക്കും. ഇന്നു പകൽ ധൈര്യത്തോടെ പറ, എൻ്റെ ഭാവിക്ക് വേണ്ടി എൻ്റെ ദൈവം അത് ചെയ്യും. ഹല്ലേലൂയ. വാട്ട് എ മൈറ്റി പ്രസൻസ്. അസാധാരണമായ ദൈവ സാന്നിധ്യം. കേട്ടോണേ,
ഞാൻ അബ്രഹാമിലേക്കൊന്നും പോകാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. പക്ഷെ ഞാൻ ആഴത്തിലൊരു ദൂത് പറയാം. 12-ാം അധ്യായത്തിൽ വിളി കേട്ടിറങ്ങിയവൻ എല്ലാം വിട്ടിറങ്ങുക. മെസപ്പൊട്ടോമിയുടെ പച്ചമണ്ണിനകത്തുള്ള സകല വിഗ്രഹങ്ങളെ, പിതൃഭവനത്തെയും ചാർച്ചക്കാരെയൊക്കെ എല്ലാം വിട്ടിട്ട് എല്ലാത്തിനോടും ഗുഡ് ബൈ പറഞ്ഞിട്ട് കാണുന്നത് വിശ്വസിച്ചല്ല, കാണാത്തൊരു ദേശത്തെ ലക്ഷ്യമാക്കി പോകുക. കാണാത്തൊരു ദേശത്തെ ലക്ഷ്യമാക്കി പോവുക. ദൈവം ഇടയ്ക്കിറങ്ങി വന്നിട്ട് ദൈവം പറയും, അബ്രഹാമേ, ഞാൻ നിന്റെ ബഹുജാതികൾക്ക് പിതാവാക്കും, നിന്റെ സമ്പതിയെ ഞാൻ വർദ്ധിപ്പിക്കും, അവരെ ഒരു രാജ്യമാക്കി മാറും. 7 വിധ അനുഗ്രഹങ്ങൾ അബ്രഹാം ഇറങ്ങുമ്പോൾ ദൈവം പറയുക. പക്ഷെ ഈ 7 അനുഗ്രഹങ്ങളും കാണാൻ കഴിയാതെ 99 വയസ്സാകുമ്പോഴോ ഒന്നും കാണാൻ കഴിയാതെ കാണുന്ന ലോകത്ത് തകർച്ചകൾ എണ്ണി ഒരു ഭക്തനായ വിശ്വാസവീരൻ ഇരിക്കുമ്പോൾ അവൻ പറയുക, ഞാൻ കാണാത്തത് വിശ്വസിക്കാം, ഞാൻ കാണാത്തത് വിശ്വസിക്കുക. അവിടെ വചനം വ്യക്തമായി പറയുന്നു, സമ്പതി ഉണ്ടാകാ. അവന്റെ ശരീരം നിർജീവമായപ്പോ, സാറയുടെ ഗർഭപാത്രം നിർജീവമായപ്പോ, ലോകമരമായിട്ട് ഒരു സമ്പതി അവർക്ക് ഉണ്ടാകത്തില്ലെന്ന് ഉറപ്പായപ്പോൾ വചനം പറയുന്നു, നിന്റെ സന്തതി ഈ വണ്ണമാകുമെന്ന് അവൻ വിശ്വസിച്ചു. സ്തോത്രം പറഞ്ഞില്ല. കരയുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഒരു ദൂത് ഞാൻ പറയാ. അബ്രഹാം 99-ാമത്തെ വയസ്സിൽ ശരീരം നിർജീവമായപ്പോഴോ, ആരോഗ്യം നിർജീവമായപ്പോഴോ, അവന്റെ പങ്കാളിയായ സാറയുടെ ഗർഭപാത്രം നിർജീവമായപ്പോഴോ അവൻ അതല്ല വിശ്വസിച്ചത്. അവൻ വിശ്വസിച്ചത് വചനം പൗലോസ് പറയുന്നത്, അവന്റെ സംഭവി വണ്ണമാകുമെന്ന് അവൻ വിശ്വസിച്ചു. ഇന്ന് പകൽ വിശ്വസിക്കാമോ? നീ പറയും വണ്ണമല്ല, ദൈവം പറയും വണ്ണം നിന്റെ സമ്പതിയാകുമെന്ന്, നിന്റെ കുടുംബമാകുമെന്ന്, നിന്റെ ഭാവിയാകുമെന്ന്, നിന്റെ ശുശ്രൂഷയാകുമെന്ന് വിശ്വസിച്ച മരിച്ചുപോയ ചിലവ് ജീവനോടെ എഴുന്നേറ്റ് വരാ. അബ്രഹാം ഒരേ ഒരു കാര്യം വിശ്വസിച്ചുള്ളൂ, എൻ്റെ സന്തതി ഈ വണ്ണമാകുമെന്ന് വിശ്വസിച്ചു. ആ പദം എന്ന് പറഞ്ഞാട്ടെ, എൻ്റെ സന്തതി ഈ വണ്ണമാകുമെന്ന് വിശ്വസിച്ചു. നിന്റെ ശുശ്രൂഷ ഈ വണ്ണമാകുമെന്ന്, നിന്റെ കുടുംബം ഈ വണ്ണമാകുമെന്ന് പറഞ്ഞില്ലല്ലോ. സ്തോത്രമല്ല. നിന്റെ കുടുംബം ഈ വണ്ണമാകുമെന്ന്, നിന്റെ തലമുറ ഈ വണ്ണമാകുമെന്ന്, നിന്റെ ആരോഗ്യം ഈ വണ്ണമാകുമെന്ന് നീ വിശ്വസിച്ച, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച ചിലവ് നിന്റെ കൂടാരത്തിൽ പാട്ടമൈഥിലോ രാഘമാനദരഘടക 99 വയസ്സാകുമ്പോ 3 പുരുഷന്മാർ അവന്റെ കൂടാരത്തിൽ വരുന്നു. അബ്രഹാം വച്ചു വിളമ്പി കൊടുക്കുക. പോകാൻ നേരത്ത് സാറയെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ, അടുത്ത വർഷം ഈ ആണ്ടാകുമ്പോൾ നീ ഒരു സംഭവിയെ ചേർത്തുകൊള്ളും. വചനം പറയുന്നു, അവൾ കൂടാരത്തിൽ ചിരിച്ചു. ചില ദൂതൊക്കെ കേട്ട ചിലർ ചിരിക്കും. അബ്രഹാമിന്റെ പ്രത്യേകത, അവളുടെ ചിരി അവനൊരു പിന്മാറ്റത്തിന്റെ കാരണമല്ല. അവളുടെ പ്രവൃത്തി അവന്റെ പിന്മാറ്റത്തിന് കാരണമല്ല. അവൾ ചിരിച്ചപ്പോഴും അബ്രഹാം ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിച്ചു. നീയാണ് ദൂത് കേട്ടെങ്കിൽ നാട്ടുകാർ ചിലപ്പോൾ ചിരിക്കും. നിന്റെ അവസ്ഥയും ദൂതും കണ്ട് ഒരു ബന്ധവുമില്ലായിരിക്കുക. പക്ഷെ നീ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച അടുത്ത ആണ്ടിതേ സമയമാകുമ്പോ ചില ദൈവ പ്രവർത്തികൾ നിന്റെ കൂടാരത്തിനകത്ത് എഴുതിയിട്ടോ 2000 ചില ഗർഭപാത്രങ്ങളെ എന്റെ ദൈവം ഇന്ന് പകൽ തുറക്കോ. 2025 ഒക്ടോബറിൽ ചില ദൈവ പ്രവർത്തികൾ
ഓ, പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ, പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. നിന്റെ സഭയ്ക്കകത്ത് വലിയ ദൈവപ്രവൃത്തികൾ, വലിയ ചേഞ്ച്, വലിയ മാറ്റങ്ങൾ ഇതുവരെ സംഭവിച്ചതുപോലെയല്ല, ഇടഞ്ഞിടഞ്ഞ സംഭവിച്ചതുപോലെയല്ല. വേഗത്തിൽ ചില ദൈവപ്രവൃത്തികൾ എഴുതിയിട്ടോ, ദൈവസഭ എഴുതിയിട്ടോ. വേഗത്തിൽ ചില ദൈവപ്രവൃത്തികൾ, കൂട്ടമായ ചില മാറ്റങ്ങൾ സംഭവിക്കും കേട്ടോ, സംഭവിക്കും. കൂട്ടമായ ചില മാറ്റങ്ങൾ, കൂട്ടമായ ചില മാറ്റങ്ങൾ, ദേശമതിശയിക്കുന്ന ചില അത്ഭുതങ്ങൾ ഈ ആലയത്തിനകത്ത് വെളിപ്പെടാൻ പോകുക, ഈ സഭയ്ക്കകത്ത്. ഓ, ആരോ പറഞ്ഞു ഇന്ന് പകൽ പാസ് അങ്ങനെ ഒരു അത്ഭുതം എനിക്ക് വേണ്ടി സംഭവിക്കുക. നിന്നോട് ദൈവം വ്യക്തമായി ദൂത് പറയുക, നിന്റെ കൂടാരത്തിൽ വിപ്ലവകരമായ ചില മാറ്റങ്ങൾ. ഓ, ആമേൻ, ആമേൻ. ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിക്കുന്നവന് വേണ്ടി മരിച്ചതുപോലും എഴുന്നേറ്റ് വരും. ഇല്ലാത്തടുത്ത് ദൈവം ഉണ്ടാക്കി തരും. പക്ഷേ അബ്രഹാം ചെയ്ത 2 കാര്യം ഇന്നു പകൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം. 2 വാക്കി പറഞ്ഞു വിടാം. റോമാലേഖനം 4-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചാൽ മതി. അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അബ്രഹാം വിശ്വാസത്തിൽ തളർന്നു എന്നല്ല, അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഹലോ, സാഹചര്യം എതിരായിരിക്കാം, നീ കേട്ട വാക്കെതിരായിരിക്കാം, നീ കേട്ട ശബ്ദങ്ങൾ മുഴുവനും എതിരായിരിക്കാം, നിന്നെ പരിഹസിക്കുന്ന വാക്കായിരിക്കാം. പക്ഷേ അബ്രഹാമിനോട് കൂടെ ചേർന്ന് പറയാൻ കഴിയുമോ, ഞാനും വിശ്വാസത്തിൽ ക്ഷീണിക്കത്തില്ല. എഴുതിയിട്ടോ, ക്ഷീണിക്കരുത്. ഈ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ നിന്റെ കണ്ണിന്റെ മുൻപിൽ നിരത്തി വെക്കുന്ന ഒരു സീസൺ ഉണ്ട്. ഈ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. ആരെല്ലാം എതിരായി നിന്നാലോ നീ ക്ഷീണിക്കരുത്, നീ ധൈര്യമായിരിക്ക. ചില കണ്ടിട്ടുണ്ട്, പാസേ ഈ പരിപാടിക്ക് ഞാൻ ഒത്തിരി ശ്രമിച്ചു, പാസേ ഈ കളി ഞാൻ വിടുക. നീ വിടുമെന്ന് ദൈവത്തിന് അറിയായിരുന്നു, നീ ക്ഷീണിക്കുമെന്ന് ദൈവത്തിന് അറിയായിരുന്നു. അതുകൊണ്ടാ ചിലത് ദൈവം പലപ്പോഴും നീട്ടിവച്ചേ. ഇന്ന് പകൽ വിശ്വാസത്താൽ നീ ക്ഷീണിച്ചില്ലെങ്കിൽ നിനക്ക് വേണ്ടി ദൈവപ്രവൃത്തി വേഗത്തിൽ വെളിപ്പെടും. ദിവസങ്ങൾക്കകം വെളിപ്പെടും, ആഴ്ചകൾക്കകം വെളിപ്പെടും, മാസങ്ങൾക്കകം വെളിപ്പെടും. ധൈര്യത്തോടെ പറ, സെക്കൻഡുകൾക്കകം വെളിപ്പെടും, മിനിറ്റുകൾക്കകം വെളിപ്പെടും. നിന്റെ മുൻപിലുള്ള സാഹചര്യങ്ങൾ വേഗത്തിൽ ചേഞ്ച് ആകും. കാരണം ഞാൻ ക്ഷീണിക്കുന്നവനല്ല. ഹലോ, ഇസ്രായേലിനെ നോക്കിയേ. ഏകദേശം വെറും ലക്ഷങ്ങൾ മാത്രമുള്ള ഒരു രാജ്യം. ഇന്ന് ലോക രാജ്യങ്ങൾ വിറയ്ക്കുക. ഹലോ, ഇറാനും ഇറാഖും ഒക്കെ മൊബൈൽ പോക്കറ്റ് ഇട്ടുകൊണ്ട് കിടക്കാൻ പേടിക്കുക. അവർ മൊബൈൽ പോക്കറ്റ് ഇട്ടുകൊണ്ട് കിടന്ന പൊട്ടും. ഹലോ, തലവന്മാരെ തകർത്തുകൊണ്ടിരിക്കുക. എങ്ങനെ തകരുന്നു എന്ന് അവർക്ക് പോലും അറിയില്ല. വൈ ഈ രാജ്യം എന്തുകൊണ്ട് ഇത്രയും ശക്തമായി മാറി? ഒരപ്പൻ വിശ്വാസത്താൽ ഇറങ്ങിയതാ. ഒരപ്പൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചത്. ഇന്ത്യയുടെ മുട്ടെന്ന് വിറയ്ക്കുന്നു, റഷ്യയുടെ മുട്ടെന്ന് വിറയ്ക്കുമോ? അവർക്ക് ആയുധമില്ലാഞ്ഞിട്ടോ അല്ല, അവർക്കറിയാം അവർക്ക് ആയുധമേ ഉള്ളൂ, അവരുടെ കൂടെ ദൈവമുണ്ട്. ശത്രു നിന്നെ കണ്ടു വിറയ്ക്കും, അവരുടെ മുൻപിൽ ആയുധമേ ഉള്ളൂ. നിന്റെ കൂടെ ദൈവമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോ ഇസ്രായേൽ ഇട്ട ഒരു യുദ്ധമുറക്കിട്ട പേര് അബ്രഹാമിന്റെ സന്തതികൾ. ഹലോ,
സൺ ഓഫ് എബ്രഹാം. എന്തുകൊണ്ട്? അബ്രഹാമിന്റെ തലമുറയുടെ കൂടെ ദൈവമുണ്ട്. ധൈര്യത്തോടെ പറയാൻ കഴിയോ? ഞാൻ ഇറങ്ങിയ ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ എന്റെ തലമുറയുടെ കൂടെ ദൈവമുണ്ട്, എന്റെ കൂടെ ദൈവമുണ്ട്. വൈ? അബ്രഹാം വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. കണ്ടില്ല പ്രിയരെ 25 കൊല്ലം വാഗ്ദത്തം, എങ്കിലും അവൻ ക്ഷീണിച്ചില്ല. കണ്ടില്ല പ്രിയരെ, ത്വക്ക് ദ്രവിച്ചപ്പോഴും പുഴു അരിച്ചപ്പോഴും ഭാര്യ തള്ളിപ്പറഞ്ഞപ്പോഴും ഈ ദൈവത്തെ, എങ്കിലും അവൻ ക്ഷീണിച്ചില്ല. അങ്ങനെയുള്ളവന് വേണ്ടി ഇരട്ടി ദൈവം കൊടുത്തു. അങ്ങനെയുള്ളവന്റെ തലമുറ ഒരു രാജ്യമാക്കി മാറ്റി. അടുത്ത വാക്യം പറയുക, ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ആമേൻ. 4-ാം അധ്യായം 20-ാം വാക്യം പറയുന്നു, അവൻ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു. എന്തിൽ ശക്തിപ്പെട്ടു? വിശ്വാസത്താൽ ശക്തിപ്പെട്ടു. ഇന്ന് പകൽ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യത്തിനകത്ത് എല്ലാം എതിരാകാം. പക്ഷെ നിന്നോട് തന്നെ നീ വിശ്വാസത്താൽ ശക്തിപ്പെടണം. നിന്നോട് തന്നെ നീ പറയണം, നീ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് നീ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ എന്നെ കാപ്പാൻ ശക്തനാണ്. ഇന്ന് പകൽ ശക്തിപ്പെടാമോ? വചനം പറയുന്നു, നീ ഒറ്റക്കല്ല കുഞ്ഞെ. ഈ ലോകയാത്രയിൽ ആത്മാവാകുന്ന വഴികാട്ടിയുണ്ട്. അബ്രഹാം ഒറ്റക്കായിരുന്നു, നിന്റെ കൂടെ ഇന്ന് പരിശുദ്ധാത്മാവുണ്ട്. ഇന്ന് പകൽ നീ നിന്നെ തന്നെ വിശ്വാസത്താ ഒന്ന് ശക്തിപ്പെടുത്തിയ ഈ തലമുറയിൽ നീ കാണാത്ത ചില വൻ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണാം. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നിന്റെ ഭാവി ദൈവം പറയുന്നത് സംഭവിക്കും. പക്ഷെ ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിക്കണം. മക്കളെ, കഞ്ഞി കുടിക്കാൻ നിങ്ങളുടെ കൈ കാണില്ല, റേഷനരി ആയിരിക്കും വാരി വാരി കഴിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൻ്റെ അവസ്ഥ ശൂന്യമായിരിക്കാം. ഒരുപക്ഷെ ഫീസ് എണ്ണിത്തരാൻ നിന്റെ അപ്പനമ്മയുടെ കൈ കണ്ടെന്ന് വരില്ല. പക്ഷെ ഒരു ഉറപ്പ് ഞാൻ പറയാം, ഈ ശൂന്യതയ്ക്കകത്തിരുന്ന് ആശയ്ക്കെതിരെ ആശയോടെ വിശ്വസിക്കണം. ഈ ജീവിതം മാറുമെന്ന് വിശ്വസിക്കണം. ഈ ദൈവത്തിൽ ഞാൻ ശക്തിപ്പെടുമെന്ന് വിശ്വസിക്കണം. ഈ ദൈവത്തെ വിട്ടുപോകില്ലെന്ന് വിശ്വസിക്കണം. അങ്ങനെ നീ വിശ്വസിച്ചോ, ഉലകത്തിൽ ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത ഉയർച്ചയിലേക്ക് എന്റെ ദൈവം നിന്നെ ഉയർത്തി നിർത്തും. പ്രിയരെ, പണം കൊണ്ട് ഉയരുന്നവരുണ്ട്, സൗന്ദര്യം കൊണ്ട് ഉയരുന്നവരുണ്ട്, കയ്യിലെ പലതും കൊണ്ട് ഉയരുന്നവരുണ്ട്. പക്ഷെ ദൈവമക്കളുടെ പ്രത്യേകത, അവർക്ക് പറയാനൊന്നുമില്ല. അവരെ ഉയർത്തിയത് ദൈവം. 100 കണക്കിന് സാക്ഷ്യം എനിക്കറിയാം. ഓരോ ദിവസവും എന്നെ വിളിച്ചു പറയാറുണ്ട്, ഇന്നു പകൽ ഉയരപ്പെടണോ? നിന്റെ ജീവിത വിശ്വാസത്താലായിരിക്കണം. ഒരിക്കലും വിശ്വസിക്കരുത് നീ തകരുമെന്ന്. സാഹചര്യം അങ്ങനെ ആയിരിക്കാം, പക്ഷെ ഭയം പോലും നിന്റെ ഹൃദയത്തിനകത്ത് മൂടുമായിരിക്കാം. പക്ഷെ എങ്കിലും പറയണം, ഞാൻ ക്ഷീണിക്കില്ല, ഞാൻ ശക്തിപ്പെടും. ഈ വചനത്താൽ ഞാൻ ശക്തിപ്പെടും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് ഒരുക്കും. കൺകളെ മൂടാമോ? വേഗത്തിലൊന്ന് എഴുന്നേൽക്കാമോ? വേഗത്തിലൊന്ന് എഴുന്നേൽക്കാമോ? ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ, നിങ്ങളായിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഒന്ന് മുഴങ്കാലിരിക്കാനോ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കാനോ കഴിയുമെങ്കിൽ ഞങ്ങളോടുകൂടെ ഒന്ന് പ്രാർത്ഥിക്കുക. ഈ വചനം നിന്റെ കൂടാരത്തിനകത്തിറങ്ങും. ദൈവമക്കളെ, ഈ ആലയത്തിനകത്ത് മാത്രമല്ല, ഈ വചനം ദേശങ്ങൾക്കപ്പുറം സഞ്ചരിക്കും. എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. കണ്ണുകൾ അടയട്ടെ. ഞാൻ നിങ്ങളെ നിർബന്ധിക്കത്തില്ല. ഇന്ന് പകൽ അവർണ്ണനീയമായൊരു ജീവിതം വേണമെന്ന് ഉറപ്പുള്ളവർ ഒന്ന് കരമുയർത്തി പിടിച്ചാട്ട്. ദൈവത്തോട് 2 കാര്യമൊന്ന് പറഞ്ഞാട്ടെ. സ്വർഗം കാണുക ഒന്ന് ഉയർത്തിയാട്ടെ. ഇന്ന് പകൽ
നിന്റെ പേർ സ്വർഗം എഴുതിയെടുക്കട്ടെ. ദൈവത്തോട് പറ, വിശ്വാസത്തിൽ ക്ഷീണിക്കാതിരിക്കാനുള്ള കൃപ തരണം. വിശ്വാസത്തിൽ ശക്തിപ്പെടാനുള്ളൊരു കൃപ തരണേ. ആഴമായി പറ. ആശയ്ക്ക് വിരോധമായ ആശയോടെ അപ്പാ ഞാൻ വിശ്വസിക്കുക, ഞാൻ വിശ്വസിക്കുക, ഞാൻ വിശ്വസിക്കുക. ഈ ജനത്തെ, ഞങ്ങളുടെ ആലയത്തെ, ഞങ്ങളുടെ ശുശ്രൂഷയെ, ഞങ്ങളുടെ തലമുറകളുടെ ഭാവിയെ, ഓരോ വ്യക്തികളെയും, സഭയാ കുടുംബങ്ങളെ, ദേശങ്ങളിൽ ഇപ്പോൾ ഞങ്ങളോടുകൂടെ പ്രാർത്ഥിക്കും. സകലരെയും ഈ വചനം ഞാൻ അയച്ചങ്ങനെ ബ്ലസ് ചെയ്യുക. ഞങ്ങൾ കാണാത്തത് വിശ്വസിക്കട്ടെ. ഈ തലമുറയ്ക്ക് ഞങ്ങളുടെ വളർച്ച അവരസാധ്യമെന്ന് പറയുമ്പോ വളർച്ച ഞങ്ങളുടെ കൂടാരങ്ങൾക്കകത്ത് സംഭവിക്കട്ടെ. ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളുടെ മേൽ സ്വർഗത്തിലെ അപ്പനെ അങ്ങയുടെ കരമൊന്ന് പിടിക്കണേ, അങ്ങയുടെ കരമൊന്ന് പിടിക്കണേ. ഈ നിമിഷം മുതൽ ജീവനറ്റ ചിലത് ജീവനോടെ എഴുന്നേറ്റ് വരട്ടെ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്കകത്ത് ചിലതിൻ്റെ ഗർഭപാത്രങ്ങൾ തുറക്കപ്പെടട്ടെ. കുടുംബജീവനം തകർന്ന് പിരിഞ്ഞു നിൽക്കുന്ന ചിലവ് ഇന്ന് പകൽ വീണ്ടും ഒരുമിച്ച് വരട്ടെ. ഇന്ന് പകൽക്കാലം ദാരിദ്ര്യത്തിന്റെ അങ്ങേ തലക്കൽ അവരെല്ലാം തകർന്ന് വീട് വിട്ടിറങ്ങേണ്ട അവസ്ഥയിൽ നിൽക്കുന്ന ചിലവ് ആത്മാവ് ഇന്ന് പകൽ മടക്കി കൊടുക്കണേ. തലമുറയുടെ വിദ്യാഭ്യാസം ശൂന്യമായി നിൽക്കുന്ന ചിലതിൻ്റെ മേൽ ആത്മാവിന്റെ കരം തൊടണേ. തലമുറയുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലവിന് വേണ്ടി വാഗ്ദത്തത്തിന്റെ വൻകര ഇമ്മ പകൽ അവരുടെ കരത്തിന് അങ്ങ് പിടിക്കണേ. ഞങ്ങൾ കാണുന്നതല്ല കാണാത്തത് വിശ്വസിക്കുന്നു. Because our Lord is alive. ആമേ, കാരണം ഞങ്ങളുടെ ജീവമേ ദൈവം ജീവിക്കുക, എന്റെ യേശു ജീവിക്കുക. അതുകൊണ്ട് ഞങ്ങളുടെ വാഗ്ദത്തം ഇന്ന് പകൽ ജീവിക്കും. ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുക. സ്വർഗം അങ്ങനെ ചെയ്തിരിക്കുക. നമ്മി മഹത്വം അങ്ങെടുക്കും. യേശുവിൻ നാമത്തിൽ ആമേ. കരമടിച്ചു ശക്തിയോടെ ഓ ആത്മമറവിൽ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. ഓ വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിൽ ജയം എനിക്കുണ്ടേ. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിൽ ജയം എനിക്കുണ്ടേ. ഞാനൊട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ച പിന്മാറുകില്ലിനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ച പിന്മാറുകില്ലിനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ഇനി കൽപ്പിക്കുമ്പോൾ പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിൽ ജയം എനിക്കുണ്ടേ. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിൽ ജയം എനിക്കുണ്ടേ.
രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ ഓ പാപത്തിനോ ഞാൻ അധീനനല്ല. സാത്താന്റെ ശക്തിയിന്മേൽ പാപ ബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. സാത്താന്റെ ശക്തിയിന്മേൽ ശാപ ബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. ഓ അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല. തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല. ഓ തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. ഓ ശത്രു ജയിക്കുമെന്നും ഭാവി നശിക്കുമെന്നും ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നും ഭാവി നശിക്കുമെന്നും ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ആകുല ചിന്തയാൽ നിറയുകില്ല. ഭാരങ്ങളോർത്തിനി തളരുകില്ല. ആകുല ചിന്തയാൽ നിറയുകില്ല. ഭാരങ്ങളോർത്തിനി കരയുകില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ച് പിന്മാറുകില്ല ഇനി ഞാൻ. ഓ ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ച് പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കുമ്പോൾ പ്രതികൂലങ്ങൾ മാറിപ്പോകൂ. അധികാരത്തോടെ ഇനി കൽപ്പിക്കുമ്പോൾ പ്രതികൂലങ്ങൾ മാറിപ്പോകൂ. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ ജയവും എനിക്കുണ്ട്. വിശ്വാസത്തിൽ മുന്നേറും ഞാൻ. വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. ഓ വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ ജയവും ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ ജയവും. വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ഇന്ന് പകൽ ആത്മാവിൽ ജയാളികളായി ഇന്ന് പകൽ ചിലർ എഴുന്നേറ്റ് വരട്ടെ. ആഴമേറിയ ദൈവ സാന്നിധ്യം ചിലരെ തൊടട്ടെ. ചില വാഗ്ദത്തങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. ഓ ദൈവിക പ്രവൃത്തി എവിടെ ഇരിക്കുന്നു അവിടെ ദൈവം. ഓ ശരമന ധരമന ഓ ശരമന രഥമന ശൗരധേര വൈഡബാല ശരാമനാരധാരകൾ ശരാരകൽഖമാന ദുരജലകട ശഖൗരമനദരകട. ഒരു നിമിഷം ദൈവം ഒന്നിരിക്കാമോ? കൊണ്ടുവന്ന നന്മകൾ ഒരു നിമിഷം കരങ്ങളെടുക്കാമോ? ദശാംശമായി വഴിപാടായി നേർച്ചയായി കൊണ്ടുവന്ന നന്മകളെന്ന് കരങ്ങളെടുക്കാമോ? ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓഫറിങ്ങുകളും ടൈറ്റുകളും നിക്ഷേപിക്കാനാവുന്നതാണ്. ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. സ്വർഗീയമല്ല കർത്താവേ, ഇല്ലായ്മയുടെ നടുവ് ഞങ്ങൾ വിതയ്ക്കുകയാണ്. ഇക്കാര്യം ഉയർത്തി പ്രാർത്ഥിക്കാമേ. പിടിച്ചിരിക്കുന്നവർ, ലൈഫിലൂടെ ഓഫറിങ്ങുകൾ നിക്ഷേപിക്കുന്നവർ എല്ലാവരും ഞാൻ ബ്ലസ് ചെയ്യുക. 1000 മടങ്ങ് കൊയ്യുവാൻ സ്വർഗമിട വരുത്തും. മഹത്വത്താൽ മൂടും പ്രാർത്ഥനകൾക്കും യേശുവിൻ നാമത്തിന് ആമേൻ. ആമേൻ.
കൺകളെ മൂടാമോ? ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? സ്വർഗീയമല്ല കർത്താവേ, ഈ നല്ല പകലിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അസാധാരണമായ ദൈവ സാന്നിധ്യം അനുഭവിപ്പാനിട വന്നല്ലോ. വചനത്തിൻ്റെ വാതിലുകൾ നീ തുറന്നല്ലോ. വലിയ വിടുതലുകൾ നീ ഞങ്ങൾക്ക് തന്നല്ലോ. ഈ വചനമയച്ച് ജനത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ലൈവിലൂടെ ഞങ്ങളെ കണ്ടവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. അസാധാരണമായ ദൈവിക പ്രവർത്തികൾ അങ്ങ് ചെയ്തു തുടങ്ങിയതിനായി നന്ദി പറയുന്നു. ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന ചില ദൈവപ്രവർത്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യും, യേശുവിൻ നാമത്തിനെ. ആമേൻ, ആമേൻ. ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് യൂത്ത് മീറ്റിംഗിലേക്ക്